ഗായ്സ്, നമ്മളിത് ഇന്നൊരു കല്യാണത്തിന് വന്നതാണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി ബാച്ചിലുണ്ടായിരുന്ന ലാസ്റ്റ് കപ്പിൾ മാരേജ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ബേബിയാണ് കേട്ടോ. അത് ഡിഗ്രി തുടങ്ങിയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഐ തിങ്ക് ഒരു 7-8 കൊല്ലമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അതെ, ഇത് ഇവളുടെ കുട്ടിയല്ല കേട്ടോ, തൊട്ടപ്പുറത്തിരിക്കുന്നവളുടെ കുട്ടിയാണ്. പൊതുവേ അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ബേബീസിനെ കല്യാണം കഴിയാത്ത ആൾക്കാർ നോക്കുക എന്നുള്ളതൊരു ചടങ്ങാണല്ലോ. അത് പൊതുവേ അങ്ങനെ ആണെല്ലായിടത്തും. അപ്പോൾ എൻ്റെ പിള്ളേരും നല്ല വഴിക്കൊക്കെയാണ് നടന്നേച്ചത്. ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ കത്തിയൊക്കെ അടിച്ചിരുന്നത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. അങ്ങനെ നല്ല കിടിലൻ സദ്യയായിരുന്നു. സദ്യ കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇരിപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇല വന്നു, കറികൾ വന്നു, പപ്പടം വന്നു, ചോറിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരുത്തനെ കണ്ടപ്പോൾ അവനിൽ ഫോൺ കൊടുത്തിട്ട് എല്ലാവരുടെയും ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു തരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്തു തന്നാണ്ടത്. എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാനിരുന്നിട്ടാണെങ്കിൽ ഇവാങ്കൂട്ടന് പപ്പടം കണ്ടിട്ട് പപ്പടമൊക്കെ പൊടിച്ച് കൂട്ടി എൻ്റെ ചോറിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടാണ്. എന്നിട്ട് അവൻ ആ പപ്പടം മാത്രമുള്ള കഴിക്കുള്ളൂ. അത് മൊത്തം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്നത്. ഡ്രസ്സിൽ മൊത്തം അഴുക്കാക്കി അങ്ങനെ ചെക്കനാകനെ അലമ്പാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മിസ്സുമാരൊക്കെ ടാറ്റയും പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ട് അങ്ങനെ അവർക്ക് ടാറ്റയും കൊടുത്ത് അവരെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇതിനകത്ത് ഒരു 90% ആൾക്കാരെ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല, അവളെ പിന്നെയും കണ്ടിട്ടുണ്ട്. അവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിനുള്ള വർക്കൊക്കെ അവൾ എന്നെ കൊണ്ട് തന്ന കാരണം അങ്ങനെ അവളെ കുറച്ച് 2-3 പ്രാവശ്യം മീറ്റ് ചെയ്തായിരുന്നു. അല്ലാണ്ട് ആരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു ഫംഗ്ഷന് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിള്ളേർ ഇവർ 3 പേരോടെ ഉണ്ടായിരുന്നു. ഇവാങ്കുട്ടനും സനുവിൻ്റെ ബേബിയും ശ്രീലക്ഷ്മിയുടെ ബേബിയും അങ്ങനെ 3 പേരോടെ ഉണ്ടായിരുന്നത്. 3 കൂടി ഓരോ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കളിയായിരുന്നു. കല്യാണത്തിന് വന്നതിൻ്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞില്ലേ, പക്ഷെ മണവാട്ടിനെ കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ മണവാട്ടി, ഇതാണ് നമ്മുടെ മണവാളൻ. ആ ജുബ്ബ ഇട്ടിട്ട് പറഞ്ഞിട്ട് അവരുടെ 10 കൊല്ലത്തെ കാത്തിരിപ്പാണ് ഇന്നിപ്പോൾ പൂവണിഞ്ഞേക്കണത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് സുമി ആൻഡ് സച്ചി.